So let's begin. Plus one zoology ആണ് എടുക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ചാപ്റ്ററിന്റെ പേര് പറയുന്നത് ദ ലിവിംഗ് വേൾഡ് എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ദ ലിവിംഗ് വേൾഡ്. ഓക്കെ, ലിവിംഗ് വേൾഡ് എന്നുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പറയുന്നത്. സോ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഒന്ന് റെസ്പോണ്ട് ചെയ്തോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് എ ലിവിംഗ്. ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി മീൻ ചെയ്യുന്നത്? ബേസിക്കലി എന്താണ് ലിവിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിവിംഗ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ആക്ച്വലി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലിവിംഗ്? ജീവൻ ഉള്ളത് എന്നല്ലേ അർത്ഥം വരുന്നേ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അല്ലെ? വാട്ട് ഈസ് ലിവിംഗ്? യെസ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസം. നമ്മളൊരു വസ്തുവിനെ ജീവൻ ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഒരു സംഭവത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ജീവൻ ഉള്ളതാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവും? വളരുന്നുണ്ടാവുമല്ലോ. വളർച്ച. ജീവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? വളരുന്നുണ്ടാവും, വളർച്ചയുണ്ടാവും. അപ്പൊ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. എന്തൊക്കെയാണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് നമ്പർ ഓഫ് സെൽസ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻക്രീസ് ഇൻ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ അതിന് തൂക്കം കൂടുക എന്ന് പറയില്ലേ? തൂക്കം കൂടുന്നതാണ്. ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കം കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കൂടുന്നതായിരിക്കാം? ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ്. സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനെയും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഗ്രോത്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദ്യത്തെ സെല്ല് എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? സൈഗോട്ട് എന്ന് പറയുന്ന സെല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആദ്യത്തെ സെൽ എന്ന് പറയുന്നത്. അറിയാലോ, സൈഗോട്ട് എന്ന് പറയുന്നതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദ്യത്തെ സെൽ എന്ന് പറയുന്നത്. ആ സെല്ല് പിന്നീട് ഡിഫറൻഷിയേഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള സെല്ലുകൾ ഉണ്ടാവുന്നത്. നമുക്കറിയാം, സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്തായി മാറുന്ന അറിയാം? സെല്ലുകൾ കൂടി ചേർന്നിട്ട് എന്താവാ? ടിഷ്യൂ അല്ലേ? ടിഷ്യൂ ആവും. ടിഷ്യൂസ് കൂടി ചേർന്നിട്ടാണെങ്കിൽ എന്തുണ്ടാവും? ഓർഗൻ ആവും. ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓർഗൻ സിസ്റ്റം കൂടി ചേർന്നിട്ട് ഓർഗാനിസം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ ജസ്റ്റ് പറഞ്ഞു നോക്കാം വാട്ട് ഈസ് ലിവിംഗ്. അപ്പൊ ലിവിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു, ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ വളർച്ചയാണ്. വളർച്ച എന്ന് പറയുന്നത് മാസ് കൂടുന്നതായിരിക്കാം, അതിന് വെയിറ്റ് കൂടുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സെൽസ്, അതിലുള്ള സെല്ലുകളുടെ എണ്ണം കൂടുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഗ്രോത്ത് എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഒന്നാമത്തെ കാര്യം കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഒക്കേഴ്സ് ബൈ സെൽ ഡിവിഷൻ. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? വളർച്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷനിലൂടെയാണ്. നമ്മൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദ്യത്തെ സെല്ലിന്റെ പേരെന്താണ്? സൈഗോട്ട്. സൈഗോട്ട് സെല്ലാണ് കേട്ടോ. ആ സൈഗോട്ടിന് എന്ത് സംഭവിക്കും? ഡിഫറൻഷിയേഷൻ സംഭവിക്കും. അതെന്തായാലും വിഭജിക്കും. നമ്മൾ ബൈനറി ഫിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോക്കിയേ, ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് 2 എണ്ണാവും, പിന്നെ 4 എണ്ണാവും, പിന്നെ 8 എണ്ണാവും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഇതിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ ആദ്യം ഒരു സെല്ലായിരിക്കും, അതെന്തുണ്ടാവും? അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിന് പറയുന്നതാണ് സെൽ ഡിവിഷൻ. നമ്മൾ ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സെൽ ഡിവിഷൻ വഴിയാണ് കേട്ടോ ഈ പറയുന്ന വളർച്ച ഉണ്ടാവുന്നത്. സെൽ ഡിവിഷൻ വഴിയാണ്. മനസ്സിലായോ ഇതുവരെ? കിട്ടിയില്ലേ? അടുത്ത് നോക്കാം. അടുത്ത ജീവനുള്ള വസ്തുക്കളുടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ട്, അതിന് വളർച്ച ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പ്രത്യുൽപാദനം ചെയ്യുന്നുണ്ടായിരിക്കും. നോക്കാം, റീപ്രൊഡക്ഷൻ ഈസ് എ ബയോളജിക്കൽ പ്രോസസ്. ഒരു ജൈവികമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇൻ വിച്ച് ആൻ ഓർഗാനിസം gives rise to young ones അല്ലെങ്കിൽ offspring similar to itself. ഒരു ജീവനുള്ള ഒരു ജീവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ജീവി എന്ത് ചെയ്യുന്നുണ്ട്? ഗീവ് റൈസസ് അല്ലെങ്കിൽ ഗീവ് ബർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ജീവിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ലൈഫ് കൊടുക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ is a biological process in which an organism gives rise. എന്ത് കൊടുക്കുന്നുണ്ട്? ബർത്ത് കൊടുക്കുന്നുണ്ട്, ജീവൻ കൊടുക്കുന്നുണ്ട്. ആർക്ക് ജീവൻ കൊടുക്കുന്നത്? യങ് വൺസ് അല്ലെങ്കിൽ അതിന്റെ കുട്ടികൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ജീവനുള്ള വസ്തുവാണെങ്കിൽ തീർച്ചയായും അത് വളരുന്നുണ്ടാവും, ഗ്രോത്ത് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അസെക്ഷൽ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന അസെക്ഷലും സെക്ഷലും എന്നുള്ളതും പറയാം. അപ്പോൾ ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ,
ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്രോത്ത് പറഞ്ഞു, റീപ്രൊഡക്ഷൻ പറഞ്ഞു. ആ റീപ്രൊഡക്ഷനിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ, നോക്കിയേ. ഓസ്പ്രിങ് എന്ന് വെച്ചാൽ കുട്ടികൾ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കുട്ടികൾ എന്ന് വെച്ചാൽ സന്താനങ്ങൾ എന്നൊക്കെ പറയാം. ഇപ്പൊ ജീവികളുടെ സന്താനങ്ങൾ, അതിന്റെ അടുത്ത തലമുറ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഒറ്റ പാരന്റിൽ നിന്ന് വരികയാണെങ്കിൽ, സിംഗിൾ പാരന്റ് ഒറ്റ പാരന്റിൽ നിന്നാണ് വരുന്നതെങ്കിൽ, വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ഗെയ്മേറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗെയ്മേറ്റിന്റെ സാന്നിധ്യം ഇല്ലാതെ അല്ലെങ്കിൽ അതിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരൊറ്റ പാരന്റിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ, നമ്മളല്ല ഒരു ഓർഗാനിസം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫ്സ്പ്രിങ് വരുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ നോക്കിയേ, നമുക്ക് സാധാരണഗതിയിൽ സിംഗിൾ പാരന്റ് അല്ല ഉണ്ടാവുന്നത്. പാരന്റ് എന്ന് പറയുമ്പോൾ ഫാദർ ആൻഡ് മദർ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ഓഫ്സ്പ്രിങ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ പാരന്റ് വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ഗെയ്മേറ്റ്സ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഗെയ്മേറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു സിംഗിൾ പാരന്റിൽ നിന്നാണ് ഓഫ്സ്പ്രിങ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത്. കിട്ടിയോ? ഇനി നോക്കിയേ, organism that reproduce by asexual means are the following. ഇപ്പോൾ സാധാരണഗതിയിൽ അസെക്ഷൽ രീതിയിൽ പ്രത്യുൽപാദനം നടത്തുന്ന ജീവികളുടെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫംഗി എന്ന് പറയുന്ന, ഫംഗസ് എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ. ഫംഗസ് കേട്ടിട്ടില്ല നമ്മള്? ഫംഗി എന്ന് പറയാം. അത് അസെക്ഷൽ സ്പോർട്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസെക്ഷൽ ആണ് കേട്ടോ. ഇപ്പൊ പറയുന്നതൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അടുത്തത് പറയുന്നത് ഈസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്ര. ഞാൻ ഇത് കാണിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഈസ്റ്റും ഹൈഡ്രയും. ഓക്കെ, അത് ബഡ്ഡിങ് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ് ഇതിന്റെ റീപ്രൊഡക്ഷൻ വരുന്നത്. അടുത്ത പ്ലനേറിയ ആണ്. പ്ലനേറിയ എന്ന് പറഞ്ഞ ഒരു വിരയാണ്. ആ വിരയുടെ ട്രൂ റീജനറേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫിലമെന്റസ് ആൽഗെ, അതുപോലെ തന്നെ പ്രോട്ടോനിമ ഓഫ് മോസസ്, ഇതൊക്കെ ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. പിന്നെ അമീബ, ബാക്ടീരിയ, യൂണിസെല്ലുലാർ ആൽഗെ എന്നൊക്കെ പറയുന്നതൊക്കെ ഫിഷൻ മൂലമാണ് കേട്ടോ. അപ്പൊ എന്താണെന്നുള്ളത് പറയാം. ഇപ്പോൾ നമുക്കൊരു പിക്ചർ കാണാൻ പറ്റും. ഇവിടെ കുറെ ടൈപ്പ് സംഭവങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവമാണ് നോക്കിയേ, ഫംഗിയുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന കൂൺ എന്ന് പറയില്ല, മഷ്റൂം ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫംഗി എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ഫംഗസ് എന്നൊക്കെ പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഈ കൊടുത്തിട്ടുള്ള പിക്ചർ ഇതെന്തിൻ്റെതാ? ഹൈഡ്ര ആണ് കേട്ടോ. അതിനെ പറയുന്നതാണ് ഹൈഡ്ര എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഹൈഡ്ര, ഫസ്റ്റ് വൺ ഈസ് ഫംഗി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈഡ്ര. തേർഡ് വൺ ആണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഒരു വിരയാണ് പ്ലനേറിയ. നമ്മൾ ഇതേ ഷേപ്പിലുള്ള പലതരത്തിലുള്ള ജീവികളെ കണ്ടിട്ടുണ്ടായിരിക്കും. വിര ടൈപ്പ് സംഭവങ്ങളാണ്. പിന്നെ അടുത്ത് നോക്കിയേ, അടുത്തെന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ആൽഗയാണ് ഈ പറയുന്ന ഗ്രീൻ പോർഷൻ. നമ്മൾ പറയും കുളവാഴയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ പൂപ്പലൊക്കെ പിടിച്ചിരിക്കില്ലേ, അതിനാണ് ഈ പറയുന്ന ആൽഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമീബയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദിസ് വൺ ഈസ് ബാക്ടീരിയയുടെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓർഗാനിസത്തിന് പറഞ്ഞത്. ഫംഗി, ഈസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്ര, പ്ലനേറിയ, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോനിമ ഓഫ് മോസസ്, അമീബ, ബാക്ടീരിയ, യൂണിസെല്ലുലാർ ആൽഗെ. ഇതിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രയിൽ നോക്കിയേ, കോശവിഭജനമാണ് നടക്കുന്നത്. ഓക്കെ, എന്താ ബഡ്ഡിംഗ് ആണ് നടക്കുന്നത്. ബഡ്ഡിംഗ് ആണ് കേട്ടത്. ബഡ്ഡിംഗ് എന്ന് വെച്ചാൽ നോക്കിയാൽ ഇവിടെ അമീബയാണ്. അമീബയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു പീസ് ഉണ്ടാവുന്നു. അത് എന്നിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബഡ് ഡെവലപ്പ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ലിവിങ് എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ലിവിങ്? അപ്പോൾ അതിന്റെ പ്രത്യേകതയാണ്, ലിവിങ് ബീങ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്തുണ്ടാവും? അതിന് ഗ്രോത്ത് ഉണ്ടായിരിക്കും, വളർച്ച ഉണ്ടാവും. വളർച്ച എന്ന് പറയുന്നത് മാസ് കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസ് കൂടുന്നതായിരിക്കാം. ഓക്കെ, സെൽ ഡിവിഷൻ വഴിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മയോസിസ്, മൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ പറയാം പിന്നീട്. പിന്നെ പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ് അടുത്ത പ്രത്യേകത. റീപ്രൊഡക്ഷൻ രണ്ട് രീതിയിലുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഏതൊക്കെ ഓർഗാനിസത്തിലാണ്? ഫംഗി, ഈസ്റ്റ്, ഹൈഡ്ര, പ്ലനേറിയ, ഫിലമെന്റസ് ആൽഗെ, പിന്നെന്തായിരുന്നു അമീബ, ബാക്ടീരിയ. ഇതൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷന് എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാരന്റ് ഉണ്ടായിരിക്കും, ഫാദർ അല്ലെങ്കിൽ മദർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിലുള്ള ഫാദർ അല്ലെങ്കിൽ മദർ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കാം. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ആൻഡ് ഇൻവോൾവ്സ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗെയ്മേറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗെയ്മേറ്റ്സ് എന്ന് പറയുന്നത്, ഗെയ്മേറ്റ്സ് എന്താണ്? രണ്ട് പാരന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് സെക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണും ഒരു പെണ്ണും, അങ്ങനെയാണ് പറയുന്നത്.
So participate in the reproductive process and involve fusion of male and female gametes. Most of higher plants and animals reproduce by this method. ഈ ഒരു മെത്തേഡിലൂടെയാണ് മിക്കവാറും എല്ലാ ഹയർ പ്ലാന്റ്സ്, കുറച്ചും കൂടി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ആനിമൽസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. മനസ്സിലായോ? സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയാണ് മോസ്റ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് വൺ ഈസ് മെറ്റബോളിസം. മെറ്റബോളിസം എന്താണെന്ന് പറയുന്നത്, മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ ഭക്ഷണം കഴിച്ച ഭക്ഷണം എന്താകുന്നുണ്ട്, ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെയും, എല്ലാ ബയോ കെമിക്കൽ റിയാക്ഷനെയും കൂടി പറയുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ ബയോ കെമിക്കൽ റിയാക്ഷന്റെയും ആകെ തുകയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ദ സം ടോട്ടൽ ഓഫ് ഓൾ ദി ബയോ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിംഗ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ബയോ കെമിക്കൽ റിയാക്ഷന്റെയും ആകെ തുക കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ there are thousands of metabolic reactions occurring simultaneously inside all living organisms, be they unicellular or multicellular. അതായത് ഏകകോശ ജീവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെല്ലുള്ള, യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെല്ലുള്ളത്, ഒരു സെല്ലുള്ള ജീവിയാണെങ്കിലും ഒരുപാട് സെല്ലുകളുള്ള ജീവികളാണെങ്കിൽ കൂടിയിട്ട് ഒരേ സമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കറിയുന്നുണ്ട് അവരുടെ ശരീരത്തിൽ. ഓക്കെ, ഓൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഫംഗി ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. എല്ലാ പ്ലാന്റ്സും, എല്ലാ ആനിമൽസും, എല്ലാ ഫംഗിയും, എല്ലാ മൈക്രോബ്സും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസം ചെയ്യുന്നുണ്ട്. മെറ്റബോളിസം എന്താണ്, എല്ലാ നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ ഞാനിപ്പോ റൈസ് കഴിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ചോറ് കഴിച്ചെന്ന് വെച്ചോ, ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് കഴിച്ച ചോറ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഓക്കെ, ആ കഴിച്ച ആ സംഭവം കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പിന്നെ ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോ കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, അനബോളിസം ആൻഡ് കാറ്റബോളിസം എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ, രണ്ട് ടൈപ്പ് ഉണ്ട്, അനബോളിസം ആൻഡ് കാറ്റബോളിസം. അതിനൊരു ഡൗട്ട് വേണ്ട. അനബോളിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അനബോളിസം രണ്ട് ടൈപ്പാണ്, മെറ്റബോളിസം എന്ന് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പാണ്. ഫസ്റ്റ് വൺ ഈസ് അനബോളിസം ആൻഡ് സെക്കൻഡ് വൺ ഈസ് കാറ്റബോളിസം. അനബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾസ്, അല്ലെങ്കിൽ സിംപ്ലർ മോളിക്യൂൾസിനെ കോംപ്ലക്സ് മോളിക്യൂൾ ആകുന്ന സംഭവത്തിനെയാണ് എന്ന് പറയുന്നത്. സിംപ്ലർ മോളിക്യൂളിനെ എന്തായിട്ട് മാറ്റും, കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആനബോളിസം എന്ന് പറയുന്നത്. ആന എന്ന് ആലോചിച്ചാൽ മതി, വലിയ സാധനമല്ലേ, കുഞ്ഞതിനെ വലുതാക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആനബോളിസം ആണ്. മനസ്സിലായല്ലോ? അനബോളിസം വെച്ചാൽ സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസിനെ എന്താക്കി മാറ്റും, കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അനബോളിസം. അപ്പൊ കാറ്റബോളിസം എന്തായിരിക്കും, കാറ്റബോളിസം എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ളതിനെ സിംപ്ലർ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ, സിംപ്ലർ ആയിട്ടുള്ള വലിയതിനെ ചെറുതാക്കുന്നുണ്ടെങ്കിൽ കാറ്റ് എന്ന് ആലോചിച്ചാൽ മതി. കാറ്റിന് വെച്ചിട്ടാണ് പൂച്ചയല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി കാറ്റബോളിസം. ഓക്കെ, ഇങ്ങനെ പഠിക്കാനായിട്ട് ആനബോളിസം, അനബോളിസം എന്ന് പഠിക്കാം. അനബോളിസം എന്ന് വെച്ചാൽ സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂളിനെ കോംപ്ലക്സ് മോളിക്യൂൾ ആക്കുന്നതാണ്. ഇനി കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ളതിനെ സിംപ്ലർ ആക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് ടൈപ്പ് മെറ്റബോളിസം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. രണ്ട് ടൈപ്പ് സെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ആനിമൽ സെൽ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. സോ സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദി ബോഡി ഈസ് എ ഡിഫൈൻഡ് ഫീച്ചർ ഓഫ് ലിവിംഗ് ഓർഗാനിസം, അല്ലെങ്കിൽ ലിവിംഗ് ഫോംസ്. ഒരു ജീവനുള്ള വസ്തു ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, സെല്ലുകൾ ഉണ്ടാവും, സെൽ ഓർഗനൽസ് ഉണ്ടാവും. അത് പ്ലാന്റ് സെൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനിമൽ സെൽ ആയിക്കോട്ടെ, അതിനെന്തുണ്ട്, സെല്ലുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശരീരം ഉണ്ടായിരിക്കും. ഓക്കെ, ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത റെസ്പോൺസ് ടു സ്റ്റിമുലായി, അതായത് ഇപ്പൊ നോക്കിയേ, ഈ ഒരു ആള് ചൂടുള്ള എന്തോ തൊട്ട സമയത്ത് അയാളുടെ കൈ പൊള്ളുകയും ആൾ പെട്ടെന്ന് കൈ പിൻവലിക്കുകയും ചെയ്തു. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിന് ശരിക്കും പറയുന്നത് റിഫ്ലക്സ് ആർക്ക് എന്നാ പറയാ. റിഫ്ലക്സ് ആർക്കാണ് ഈ ഒരു സംഭവം. റിഫ്ലക്സ് ആർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാൾ ഈ ഒരു സംഭവത്തുമ്പോൾ ടച്ച് ചെയ്തു, അപ്പൊ തന്നെ കൈ വലിച്ചു. ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ടച്ച് ചെയ്യുന്ന കൈയിൽ നിന്ന് സിഗ്നൽസ് ഇയാളുടെ തലച്ചോറിൽ എത്തുകയും
പിന്നീട് കൈ എടുക്കാനായിട്ടുള്ള സിഗ്നൽ തലച്ചോറിൽ നിന്ന് ഇയാൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കൈവലിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ സംതിങ് പിസ്സ, ഇവിടെ ഒരു പിസ്സ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. ആ ഡോഗിന്റെ മൂക്കിലേക്ക് എന്തുണ്ടാവും, ഈ പിസ്സയുടെ സ്മെല്ല് പോവും. ആ മൂക്കിൽ നിന്ന് എന്ത് ചെയ്യും, അത് ബ്രെയിനിലേക്ക് എത്തും. അവസാനം എന്ത് ചെയ്യും, അതിന്റെ വായിൽ നിന്ന് ഉമിനീര് വരാനായിട്ട് തുടങ്ങും, സലൈവ വരാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? ഇതിനൊക്കെ കാരണം എന്താണ്? ഇത് ന്യൂറോൺസ് ആണ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ന്യൂറോൺസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. റെസ്പോൺസ് ആണ്. ഈ ഒരു സംഭവം കാണുന്ന സമയത്ത് വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസ് ആണ്. അല്ലെങ്കിൽ ചൂടുള്ള വസ്തു നമ്മൾ തൊട്ടപ്പോൾ പെട്ടെന്ന് കൈ വലിക്കുന്നുണ്ടെങ്കിൽ അത് റെസ്പോൺസ് ആണ്. ഓക്കെ, എന്താണെന്ന് പറയുന്നത്, എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ് ആൻഡ് റെസ്പോണ്ട് ടു ദി എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന എന്തൊക്കെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്താണ്, റെസ്പോൺസ് ടു സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ് ഈസ് ദി ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. സ്വന്തം കാര്യത്തെ കുറിച്ചിട്ട് ശരിക്കും ചിന്തയുള്ളത് ആർക്ക് മാത്രമാണ്? മനുഷ്യന്മാരായിട്ടുള്ള നമുക്ക് മാത്രമാണ്. Therefore, consciousness becomes the defining property of living organism. So consciousness എന്താണ്, ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. ജീവനുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് കോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഫസ്റ്റ് മുതൽ ഒന്ന് പറയാം, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോവാം. ഫസ്റ്റ് ചോദിച്ചത് എന്താണ്, വാട്ട് ഈസ് ലിവിങ്? ലിവിങ് എന്താണ്? ജീവനുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, വളർച്ച ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവാം. ഗ്രോത്ത് എന്ന് പറയുന്നത് മാസ് കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസ് കൂടുന്നതായിരിക്കാം. നമ്പർ ഓഫ് സെൽസ് കൂടാന്ന് പറഞ്ഞാൽ എന്ത് വഴിയാണത്? സെൽ ഡിവിഷൻ വഴിയാണ് നമ്പർ ഓഫ് സെൽസ് കൂടുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ റീപ്രൊഡക്ഷൻ ആണ്. രണ്ട് രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം. റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ജീവി ഉണ്ടാവുന്നതിനെയാണ് ഇത് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പുതിയൊരു കുഞ്ഞുണ്ടാവുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടായിട്ട് തരംതിരിക്കാം. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൽ ആരില്ല, ഗെയ്മേറ്റ്സ് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞു, ഫംഗി, ഈസ്റ്റ്, ഹൈഡ്ര, പ്ലനേറിയ, ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോനിമ ഓഫ് മോസസ്, അമീബ, ബാക്ടീരിയ, യൂണിസെല്ലുലർ ആൽഗെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ മോഡ്സ് ആണ് ഏതൊക്കെ തരത്തിലാണ്? അസെക്ഷൽ സ്പോർട്സ് വഴി, അതുപോലെ തന്നെ ബഡിങ് വഴി, ട്രൂ റീജനറേഷൻ വഴി, ഫ്രാഗ്മെന്റേഷൻ വഴി, ഫിഷൻ വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറെ എക്സാമ്പിൾസ്. പ്ലനേറിയയുടേതും ഹൈഡ്രയുടേതും അമീബയുടേതും ബാക്ടീരിയയുടേതൊക്കെ ആൽഗയുടേതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.